സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരും. പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ശ്രദ്ധിക്കുക, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. കോട്ടയത്ത് കൂട്ടിക്കൽ ചോലത്തടം റോഡിൽ കാവാലി ഭാഗത്ത് മണ്ണിടിഞ്ഞു. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ഉണ്ട്. രാഹുൽ ജി നാഥ് ഉണ്ട്. രാഹുൽ, മൊത്തത്തിൽ മഴയുടെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? ഇന്ന് ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലുള്ളവർ, മലയോര പ്രദേശത്തുള്ളവരൊക്കെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ മുന്നറിയിപ്പിലുണ്ടോ? മോദി, നിലവിൽ മഴ ഈ പറയുന്നത് പോലെ വ്യാപകമായി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് ഉണ്ട്. മോദി സൂചിപ്പിച്ചതുപോലെ 3 ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും വ്യാപകമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ രാവിലെ ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യം നമ്മൾ രാവിലെ 6 മണി മുതൽ 7 മണി വരെ നല്ല രീതിയിൽ മഴ പെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം മലയോര മേഖലയിലാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. അത് ഈ വ്യാപകമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ മഴക്കാലം എത്തുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുക കാറ്റായിരുന്നു. എന്നാൽ നിലവിൽ നമുക്ക് കാറ്റ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. കാരണം കുറേ നാൾ മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ. അത്തരത്തിൽ കാറ്റ് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമുള്ളത് മലയോര മേഖലയിലാണ്. തീരദേശ മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലവിൽ നൽകിയിട്ടില്ല. ഈ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ മുന്നറിയിപ്പിൽ പറയുന്നത് പോലെ വ്യാപകമായൊരു മഴ തിരുവനന്തപുരം ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. അതിൽ മഴകൾ തമ്മിലുള്ള ഇടവേളകൾ വളരെ വലുതാണ്. എന്തായാലും രാവിലെ മഴയുണ്ടായിരുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മഴ ഈ പറയുന്ന പോലെ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല. മോദി, രാഹുൽ, ഈ സ്കൂളുകൾക്ക് അവധി പോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അത്തരത്തിൽ ഒന്നുമില്ല എന്ന് തന്നെ കരുതാം. കാരണം ഇവിടെ അത്ര ശക്തമായ ഒരു മഴ പല പ്രദേശങ്ങളിലും ഇല്ല എന്നതുകൊണ്ട് തന്നെ, അല്ലേ രാഹുൽ? തീർച്ചയായും സ്കൂളുകൾ അത് പ്രഖ്യാപിക്കണമെങ്കിൽ അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി മഴ സൃഷ്ടിക്കണം എന്നുള്ളത് തന്നെയാണ്. മഴ സൃഷ്ടിക്കുന്ന ദുരിതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിലവിൽ തിരുവനന്തപുരത്ത് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വിദ്യാർത്ഥികളും എല്ലാവരും സ്കൂളിൽ പോയി നന്നായി പഠിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മോദി, രാഹുൽ.